9 വർഷങ്ങൾക്ക് മുൻപ് പട്ടയം ലഭിച്ച ഭൂമിയിൽ അളന്ന് തിട്ടപ്പെടുത്താൻ പോലും സാധിക്കാത്ത കുടുംബങ്ങളുണ്ട് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ. കൊല്ലം മുറുകുന്നിൽ 299 കുടുംബങ്ങൾക്ക് നൽകിയ പട്ടയ ഭൂമിയിലാണ് തർക്കം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സ്വകാര്യ ട്രസ്റ്റ് കോടതിയെ സമീപിച്ചതോടെയാണ് ഈ ജനങ്ങൾ പ്രതിസന്ധിയിലായത്. ഇത് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് സോണിയാഗാന്ധി തന്ന പട്ടയവ. ഇത് ഭർത്താവ് പോയി വാങ്ങിക്കൊണ്ട് വന്ന് അന്ന് മുതൽ ഇതിങ്ങനെ ഇരിക്കും. ഒരു പ്രയോജനമില്ല. പതിറ്റാണ്ടുകളോളം കാത്തിരുന്ന് കിട്ടിയ 3 സെന്റ് ഭൂമി 9 വർഷങ്ങൾക്ക് മുമ്പ് പട്ടയം കിട്ടിയപ്പോൾ മറ്റുള്ളവരെ പോലെ രഞ്ജിനിയും സന്തോഷിച്ചു. ഇനി സ്വന്തം സ്ഥലത്ത് ഒരു കൂര പണിയാമല്ലോ എന്ന് ആശ്വസിച്ചു. ആ സ്വപ്നം ഇന്നും പ്രതീക്ഷയായി നിലകൊള്ളുന്നു. രഞ്ജിനിയുടേതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ ഉമ്മയുടേതും. ഉമ്മൽ ബിബി എന്നാണ് പേര്. അന്ന് പട്ടയം കിട്ടിയ സമയത്ത് വലിയ സന്തോഷമായിരുന്നു. ഉടനെ നമുക്ക് എവിടെയെങ്കിലും 3 സെന്റ് കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. പക്ഷെ അന്ന് ബസ്സിനകത്ത് വെച്ച് തന്നെ ഇതേപോലെ ഈ പേപ്പർ കൊണ്ട് തന്ന് നമ്മളിത് വാങ്ങിച്ച് ഇന്നും കൊണ്ടൊന്ന് പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. എന്തോ ചെയ്യണമെന്നോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എവിടെങ്കിലും പട്ടയം കിട്ടുമെന്നുള്ള ധാരണയായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും വേറെ ഉമ്മയുടെ പേര് വസ്തുണ്ടോ? ഇല്ല, ഒരിടത്തും ഇല്ല. ഭൂമിയില്ലാത്ത 299 കുടുംബങ്ങൾക്ക് ഭൂമി നൽകുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ തീരുമാനം. അതിനായി 9 വർഷങ്ങൾക്ക് മുമ്പ് തെന്മല പഞ്ചായത്തിലെ ഉറുകുന്നിൽ 10.76 ഏക്കർ ഭൂമി കണ്ടെത്തി. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമാണ് കണ്ടെത്തിയത്. 299 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ ആ ഭൂമി ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ സർക്കാരിനോ റവന്യൂ വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. ഈ കാട് മൂടിക്കിടക്കുന്ന സ്ഥലം നേരത്തെ ഒരു സമരഭൂമിയായിരുന്നു. ഈ ഭൂമി അളന്ന് തിരിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സമരങ്ങളാണ് നടന്നത്. പിന്നീട് സമരത്തിന്റെ വീര്യം കുറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രദേശത്തെ സമരപ്പന്തൽ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. തെന്മല, ആര്യങ്കാവ്, കൊളത്തൂപ്പുഴ പഞ്ചായത്തുകളിലെ 299 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ 2013-ലാണ് തീരുമാനിച്ചത്. ഇതിനായി ഉറുകുന്നിൽ സ്ഥലം കണ്ടെത്തി. എന്നാൽ സ്ഥലം കൈവശം വെച്ചിരുന്ന സ്വകാര്യ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പട്ടയം കിട്ടിയവർക്ക് അനുകൂലമായി വിധിച്ചു. സ്വകാര്യ ട്രസ്റ്റ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. പട്ടയം ലഭിച്ചവർ യഥാർത്ഥ ഗുണഭോക്താക്കളാണോ എന്ന് കണ്ടെത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച്. ഉപഭോക്താക്കൾക്ക് നിയമസഹായം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഈ മാസം 7-ന് പുനലൂരിൽ MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം നേതൃത്വത്തിൽ ജനങ്ങൾ. ഈ ഭൂമിയൊന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് 299 കുടുംബങ്ങളുടെ ജീവിതാഭിലാഷമാണ്. മുഖ്യമന്ത്രി കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ അതിനുള്ള ഒരു പരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ജനങ്ങൾ. ക്യാമറമാൻ ഷാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.